പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു ഗവർണർ രാജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പൊതുവായിട്ട് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ BJP ഇതര ഗവൺമെൻറ്റുകളുടെയും പൊതുവായ നിലപാട്. വന്യമൃഗ ആക്രമണം സത്യം പറഞ്ഞാൽ അനുഭവിക്കുന്ന ഒരുപാട് ജില്ലകൾ കേരളത്തിലുണ്ട്. മലയോര പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കാസർഗോഡും അതുപോലെ കണ്ണൂരും തുടങ്ങി ഇങ്ങോട്ട് വയനാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പിന്നെ നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ല തുടങ്ങി ഇങ്ങോട്ട് തീരെ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ആലപ്പുഴ മറ്റോ മാത്രമേ ഒഴിവുണ്ടാവൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഈ പ്രശ്നം. ഈ വന്യമൃഗ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് അതാണത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് ആദ്യം അതിനുവേണ്ടി കർശനമായ നിലപാടുകൾ സ്വീകരിച്ചത്. വന്യമൃഗ സംരക്ഷണം, വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള കാര്യമാണ് നമ്മളിവിടെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങളെ അങ്ങോട്ട് തൊടാനെ പറ്റില്ല അതിനെ വലിയ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള പരിപാടി ജനങ്ങളെ കാണാതെ തീരുമാനിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് തുടങ്ങിവെച്ച ആ പരിപാടി പിന്നീട് BJP സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് നമ്മൾ വളരെയേറെ കണ്ടിട്ടുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വളരെ വലിയ പരിമിതിയാണ്. അടിസ്ഥാന നിയമങ്ങളും കാര്യങ്ങളുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളും ഗവൺമെൻറ്റും ശബ്ദമുയർത്തിയാലും ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വന്യമൃഗ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ ക്ഷുദ്രജീവികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. വലിയ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് വെടിവെച്ച് കൊല്ലാൻ പന്നിയെ തന്നെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അത് ഗർഭിണിയാണോ ഉൾപ്പെടെയുള്ള മുഖവും കാര്യങ്ങളും നോക്കിയിട്ട് കൊല്ലാൻ ഇവിടെ ആണ് അതിൻ്റെ പ്രായോഗികത നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരു പ്രൊജക്റ്റ് തന്നെ തയ്യാറാക്കി കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചതാണ്. നമ്മുടെ കേരളത്തിൻ്റെ വന്യജീവികളുടെ അക്രമം ജനകേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം അതിൻ്റെ പ്രതിരോധത്തിനു വേണ്ടിയും അതിനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനെ ആക്രമിക്കുന്ന ഇത്തരം ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു 620 കോടി രൂപയുടെ ഒരു പദ്ധതി കേരള കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് കേന്ദ്രം ഒന്നും തന്നെ നിലപാട് സ്വീകരിക്കുന്നില്ല. കേന്ദ്രത്തിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഇടപെടാൻ സാധിക്കുന്ന MP-മാരുണ്ട്. ഡീൻ കുര്യാക്കോസൊക്കെ ഈ മേഖലയിലുള്ള വന്യമൃഗ അക്രമം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള MP-മാരാണെങ്കിലും കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ കേരളം അഭിമുഖീകരിക്കുന്ന സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പോയപ്പോൾ അതിനെതിരായിട്ടൊരു അക്ഷരം പാർലമെൻറ്റിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിലോ നടത്താൻ അവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം.